കോട്ടപ്പുറം സംവാദം ഞാൻ പങ്കെടുത്തോനാ. അവസാനം അങ്ങോട്ട് വാഷളായി. പിന്നെ ബദരീങ്ങൾക്കൊരു യാസീൻ ഓതി ദ്വാരന്നാണ്ട പിരിഞ്ഞ്. അല്ലെങ്കിൽ ജനം വിടൂല. കാരണം എന്ത് മറുപടി അറിയാൻ കഴിഞ്ഞില്ല. ഷിർക്കിന് നിർവചനം എന്താണെന്ന് പറയാനാണ് കഴിഞ്ഞില്ല. ഇത് ഇവിടുത്തെ രാഷ്ട്രീയ ലോബിയെ ചൊടിപ്പിച്ചു. നീ പറയണ കുറച്ചും കൂടി ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അതിന് എനിക്ക് നിങ്ങളാരും പേടിയില്ല. ഇവിടെ കുറച്ച് രാഷ്ട്രീയ ലോബിക്ക് അതാണ് പിടിച്ചില്ല. കാരണം വഹാബി തകരുന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം അവരുണ്ടാക്കിയത് ഐക്യസംഘം ഉണ്ടാക്കിയ ആൾ തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്. അതിലൊന്നും എഴുതപ്പുറങ്ങൾ വായിക്കരുത്. സത്യമാണല്ലോ. അപ്പം നമുക്ക് കുറച്ച് ആളുകൾക്ക് കച്ചവടം തീരാത്തതുകൊണ്ട് രാത്രിയാകുന്ന ഇഷ്ടമില്ലെങ്കിലും രാത്രി ആയിട്ടുണ്ടല്ലോ. പുതിയ പെണ്ണെട്ടിയ ആളുകൾക്ക് സുബയാകുന്ന ഇഷ്ടമുണ്ടാവില്ല. സുബയായി എന്നുള്ള സത്യമല്ലേ. ചിലത് കയറുമ്പോഴെല്ലാം എന്നാണ് എൻ്റെ ഒരു ചെങ്ങായി പറഞ്ഞു. അപ്പോഴാണ് അപ്പഴേയും പുതിയൊന്നും പറഞ്ഞു. ഞങ്ങളിന്ന് ഉറങ്ങിയിട്ടില്ലല്ലോ മറ്റാക്ക്. ഞങ്ങളവിടെ അസലാത്ത കയറുമ്പോഴെല്ലാം എന്നിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറയാം. വഹാബികൾ തകർന്നത് രാഷ്ട്രീയക്കാർക്ക് സഹിച്ചില്ല. 982 ശേഷം അവർ കളി തുടങ്ങി. ആ കളിയിൽ 984-85 ആയപ്പോഴത്തേന് മാനായ ശൈഖുനാ ശംസുൽ ഉലമയെയും എ പി അബൂബക്കർ മുസ്ലിയാരെയും തെറ്റിച്ചു. ഇതാണ് സത്യം. ആരാണ് തെറ്റിച്ചത്? ചന്ദ്രിക ദിനപത്രം. ആരാണ് ഫിത്ന ഉണ്ടാക്കിയത്? ചന്ദ്രിക ദിനപത്രം. അതങ്ങനെയാണ്. അത് വസ്തുത പറയാണ്. ഇതൊന്നും അരി കുറ്റല്ല, നേര് പറയാം. തകർന്നു. സുന്നികൾ രണ്ടായി. 980-85 ശേഷം വഹാബികളെ പ്രതിരോധിക്കുന്ന പണി നമ്മൾ നിർത്തി. നമ്മൾ തമ്മിൽ ചീത്ത പറയാൻ തുടങ്ങി. അതിനിടയിൽ അവർ വളർന്നു. നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു. ഇന്ന് 100ാം വാർഷികം ആഘോഷിക്കാൻ നമുക്ക് എന്തർഹത. പണ്ട് പാണക്കാട്ട് വഹാബികൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പാണക്കാട്ട് തങ്ങന്മാരെ കൂട്ടത്തിലും വഹാബികൾക്ക് ഇറങ്ങിക്കൂടി. ഏതൊരാൾക്കെതിരെയാണോ സമസ്ത ഉണ്ടാക്കിയത് അയാളുടെ ജീവചരിത്രം പാണക്കാട്ടത്തങ്ങൾ പ്രകാശനം ചെയ്യാൻ പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താണ് സമസ്തക്കാരാ ഉള്ളത്? നിനക്ക് എന്തഭിമാനം 100ാം വാർഷികം നടത്താം? ഇത്ര അധോഗതി 980 വരെ ഉണ്ടായിട്ടില്ല. ഇതിനപ്പുറം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ തെറ്റും. ഞാൻ പറയും, എനിക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്. ഇനി ബാക്കി നമുക്ക് വീണ്ടും തുടരും. കാലത്തുണ്ടായിരുന്നു ബൊമ്മനും മൂളിയല്ല, എന്താ പറയുക, പിന്നെ നോവലുകൾ. അത് നോവല് കുറച്ചുകൊണ്ട് എഴുതിയാണ്ട് പറയാം. തുടരുന്നു. ഞാൻ തുടരും. കൂടുതൽ പറയണ്ട. ഇതൊന്നുമല്ല വിഷയം. ഇതിൻ്റെയൊക്കെ അപ്പുറമുണ്ട്. നമ്മളെ രണ്ടൂട്ടരും തെറ്റിച്ചു. ആരാ തെറ്റിച്ചത്? രാഷ്ട്രീയക്കാരെന്നാൽ വഹാബികൾ. അവരെ നന്നാക്കിയെടുക്കാൻ കഴിയൂല. കഴിയേയില്ല. ഒരിക്കലും കഴിയില്ല. ആ ദുരന്തം നമ്മൾ അനുഭവിക്കാം. ഇതൊന്നുമല്ല പറയാനുള്ളത്. ഇതിൻ്റെ അപ്പുറം പറയാണ്ട്. വക്കം മൗലവിയാണ് ഇവിടെ തലതൊട്ടപ്പൻ. ആരുടെ ഇന്നെ തന്നെ നോക്കി 1 മിനിറ്റും കൂടി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയട്ടെ. 1932 വക്കം മൗലവി മരിക്കണത്. KM മൗലവിയുടെ ഏറ്റവും വലിയ നേതാവാണ് ആര്? വക്കം മൗലവി. അതായത് ഇസ്ലാമിക് മോഡേണിസം കേരളത്തിൽ കൊണ്ടുവന്നത് വക്കം മൗലവിയാണ്. മോഡേൺ സലഫിസം അതായത് പാൻ ഇസ്ലാമിസമാണ് എന്ത്? അഫ്ഗാനിയുടേത്. ഇസ്ലാമിക് മോഡേണിസമാണ് മുഹമ്മദ് അബ്ദയുടേത്. മോഡേൺ സലഫിസമാണ് റഷീദ് റിളയുടേത്. മനസ്സിലായോ? ഇന്നിപ്പം നമ്മളെ കുട്ടികൾ, പുതിയ കുട്ടികൾ പാൻ ഇസ്ലാമിസത്തിലേക്ക് കയറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർക്ക് സുന്നിയാകാൻ കഴിയാത്തത്. നമ്മൾ വളരാൻ പാടില്ലായിരുന്നു. വളർന്ന നാശവും. ഇതാദ്യകാലക്കാർ വളർന്നില്ല, ആവശ്യം മാത്രം ചെയ്ത്. നമ്മൾ 980 ശേഷം വളരാൻ ബിംബി. അപ്പോൾ നമ്മൾ നാശമായി. ഇപ്പം നാശമാണ്. ഇപ്പം നാശത്തില്ല. നമ്മൾ നല്ല ഉഷാറിലിരിക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി പറഞ്ഞൂടെ? നമ്മളെ വാപ്പ ഗൾഫ് പോയി, നിങ്ങളിൻ്റെ കൂടെ വരി. ഒരു അത്ഭുതകരമായ ഉപമ പറയാം. ആ ഉപമയാണ് സമസ്തക്ക് സംഭവിച്ചത്. സമസ്ത ഇപ്പോൾ അധോഗതിയിലാണ്. 80 ശേഷം സമസ്ത അധോഗതിയിലാണ്. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ പർപ്പസ്, ബേസിക് പർപ്പസ് അതെന്താണ്? അതിന്മേൽ പണിയെടുക്കാൻ 980 ശേഷം സമസ്തക്ക്, 80-കൾ അതായത് 85 ശേഷം സമസ്തക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? തമ്മിൽ തല്ലിച്ചു. അപ്പം യഥാർത്ഥ ലക്ഷ്യത്തിൽ പണിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. പിന്നെ നമ്മളൊപ്പം കൂടിയ ആളുകൾ നമുക്ക് ആത്മാർത്ഥമായി പണിയെടുക്കാൻ അവർക്ക് ഇഷ്ടമല്ല. ഒരു സമന്വിതനായ സമസ്ത നേതാവിൻ്റെ നാട്ടിൽ ഒരു ഉപമ തുടങ്ങുന്നതിന് മുമ്പ് ഗ്ലാസ് വെള്ളം കിട്ടിയിട്ടേ ഉപമ അറിയുള്ളൂ. ഒരു ഉപമയ്ക്കെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം തന്നോട്ടെ. 4-5 കൊല്ലം മുമ്പ് ജിഫ്രി തങ്ങൾ
ഒരു നാട്ടിലെ മക്ബറ സിയാറത്ത് ചെയ്തിട്ട് അവിടെ ദുആ ചെയ്തു. അപ്പോൾ അവിടുത്തെ ഒരു വഹാബിക്കുട്ടി, സമുന്നതനായ വഹാബിക്കുട്ടിയും ചില കുട്ടികളും ചെന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായി ജിഫ്രി തങ്ങളെക്കുറിച്ച് എഴുതി, ഖബർ പൂജകൻ എന്നെഴുതി. അപ്പോൾ അവിടുത്തെ സുന്നികൾ സടകുടഞ്ഞ് എഴുന്നേറ്റ് മറുപടി പറയണമെന്നായി. അങ്ങനെ എന്നെ വിളിച്ചു. അങ്ങനെ ഞാനാണ് മറുപടി പോയത്. മറുപടിയുടെ ദിവസത്തിൻ്റെ തലേ ദിവസം അവിടുത്തെ പ്രധാനപ്പെട്ട സുന്നി നേതാവായ ഉമറാക്കള കൂട്ടത്തിൽപ്പെട്ട രാഷ്ട്രീയ നേതാവായ ഒരു വ്യക്തി എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ പ്രശ്നം, അതായത് ഖബർ പൂജകൻ എന്ന് പറഞ്ഞു ആരെക്കുറിച്ച്? ജിഫ്രിതങ്ങളെക്കുറിച്ച്. ഇത് ഞാൻ വായിച്ചു. എന്നിട്ട് മറുപടി കോണത്. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരനായ സുന്നി നേതാവ് വിളിച്ച് തലേന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അതിന് മറുപടി അറിയണ്ട, ഇവിടെ പ്രശ്നം ഉണ്ടാക്കണം ഏപ്പിക്കാരാ, ഇവിടെ ഭാവിയൊന്നല്ല പ്രശ്നം, ഏപ്പിക്കാരാ, ഓലങ്ങൾ നന്നാക്കി 4 കുടച്ചിൽ കൂടെയാണെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞു. ഒന്നും പറഞ്ഞു, എനിക്കറിയാം സോക്കട്. പിന്നെ ഞാൻ ആ നാട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ സുന്നി നേതാവിൻ്റെ മകനാണ് അവിടുത്തെ വഹാബികളുടെ നേതാവ്. ഇപ്പുറത്തെ സമസ്തൻ്റെ മദ്രസ ഉണ്ടായിട്ട് വഹാബി മദ്രസയിൽ 1 മുതൽ 10 വരെ പഠിപ്പിച്ചവനാ അപ്പൻ്റെ മകൻ. ഇവനാണ് ആ നാട്ടിലെ ഏറ്റവും വലിയ SMFൻ്റെ നേതാവ്. പിന്നെ അങ്ങനെ അറിയില്ലേ, അതിൽ നമ്മളിൽ പലരും പെട്ടുപോയി. നമുക്ക് യഥാർത്ഥ പണി നടത്താൻ കഴിഞ്ഞില്ല. അവർ വളർന്നു, അതിൻ്റെ അപ്പുറത്തേക്ക് നീങ്ങി. ഉപമ പറയാം. എന്താ നമുക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കുട്ടികളിൽ സമന്വയ വിദ്യാഭ്യാസത്തിൽ 90% കുട്ടികൾ പാൻ ഇസ്ലാമിസത്തിൻ്റെ ആളുകളാണ്. അതായത് എല്ലാവർക്കും പറ്റിയ ഒരു ഇസ്ലാം. ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ പാൻ ഇസ്ലാമിസം ഇവിടെ കയറാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ത്? സമസ്ത. അതിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ വക്താവായിരുന്നു ആര്? പാൻ ഇസ്ലാമിസത്തിൻ്റെ വക്താവും മോഡേൺ സലഫിസത്തിൻ്റെ വക്താവും വക്കം മൗലവിയാണ്. വക്കം മൗലവിയെക്കുറിച്ച് കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ മഹമ്മൂദ് കൂരി ഹുദവി ഈ കഴിഞ്ഞ 10-ാം തീയതി പ്രസംഗിച്ചത് ഒന്ന് നോക്കിക്കളി. വ്യക്തമായി പറയാം, നമ്മൾ ചവിട്ടി പറയണ്ട. ബഹുമാനപ്പെട്ട സുന്നി മാൻഡ്ലി ഫെഡറേഷൻ ഉണ്ടാക്കിയ സ്ഥാപനമാണ് എന്ത്? സമസ്തയുടെ പ്രധാനപ്പെട്ട കീഴ്ഘടകമായ സുന്നി മാൻഡ്ലി ഫെഡറേഷൻ ഉണ്ടാക്കിയ സ്ഥാപനമാണ് ഇത് ദാറുൽ ഹുദ. അതിലെ പ്രധാനപ്പെട്ട അവിടുന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിയാണ് മഹമ്മൂദ് കൂരി ഹുദവി. ഈ കുട്ടി, ഈ ബാല്യക്കാരൻ മിഞ്ഞാന്ന് ഈ കഴിഞ്ഞ 9-10 ദിവസങ്ങളിൽ കേരളത്തിലെ ഏറ്റവും വലിയ മഹാനായ മുസ്ലിം നേതാവ് വക്കം മൗലവിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് വക്കം ഫൗണ്ടേഷൻ്റെ കീഴിൽ ഒരു പരിപാടി നടത്തിയിട്ടുണ്ട്. ആ പരിപാടിയിൽ എന്താണ് മഹമ്മൂദ് കൂരി പ്രസംഗിച്ചതെന്ന് കേട്ടാൽ, കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം നേതാവ് ആരായിരുന്നു? വക്കം മൗലവിയായിരുന്നു. എന്നാൽ യാഥാസ്ഥിത പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ അധ്വാനങ്ങളും പ്രവർത്തനങ്ങളും ഇവിടെ നടത്താൻ സമ്മതിച്ചില്ല. ആരാത് പറയുന്നത്? ഹുദവി. എവിടുന്നാ ദാറുൽ ഉണ്ടാക്കിയത്? സമസ്തീന്ന്. SMF അല്ലേ? എന്തിനാണ് സമസ്ത ഉണ്ടാക്കിയത്? ഇതെന്തായി പറയുന്നത്? മോഡേൺ സലഫിസത്തെ വക്താവാണ് ആര്? വക്കം മൗലവി. ഇത് പ്രസന്റ് ചെയ്യുന്ന ആരാ? ഹുദവി. എന്റെ വളർന്നാൽ നാശവും. വളരേണ്ടിയിരുന്നില്ല, ഇനി പറഞ്ഞ കാര്യമില്ല. നമ്മളെ ബാപ്പ ഇവിടെ ഒരു ചെറിയ ലോഡ്ജ് തുടങ്ങി, ഗൾഫിൽ നിന്നൊക്കെ പോയി പൈസ ഉണ്ടാക്കി കൊണ്ടുവന്ന് ആരെങ്കിലും ഒക്കെ കുടുങ്ങിയാലും വന്നാൽ, മറ്റേ കാരക്കുന്നിൽ കുടുങ്ങിയാലും രാത്രി വന്നാൽ ഓൾക്ക് വാടക കൊടുക്കാന്ന് വിചാരിക്കുക. അങ്ങനെ 4-5-10 മുറിൻ്റെ ഒരു ഇത് തുടങ്ങി. അങ്ങനെ ഒരു പെണ്ണുമാണ് വന്നാൽ പോലെ കുടിക്കുന്ന സർട്ടിഫിക്കറ്റ് വരെ എടുത്താലേ റൂം കൊടുക്കുള്ളൂ. നിങ്ങൾ പെണ്ണുങ്ങളോ ആണുങ്ങളോ എന്താ തെളിവ്? മനസ്സിലായില്ല. അതുപോലെ പാസ്പോർട്ട് വരെ കാണിച്ചു കൊടുത്താലേ ബാപ്പ, കാരണം എനിക്ക് വ്യഭിചാരത്തിന്റെ പൈസ കൊടുത്താൽ വേണ്ട എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായോ? അത്രയും സൂക്ഷ്മതയിലായിരുന്നു. പറയും വീടിയൊക്കെ വരാൻ വയ്ക്കൂല, കള്ളു പിന്നല്ലേ. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോ ബാപ്പേട് മരിച്ചു. അപ്പൊ പിന്നെ കുട്ടിയേക്ക് തോന്നി എന്ത്, ഞമ്മക്കതിന് 5 സ്റ്റാർ ഹോട്ടലാക്കാം, വരുമാനം കൂടും, നാട്ടിലറിയും. അമേരിക്കയിൽ വാഷിംഗ്ടണിൽ വരെ അടിച്ചാൽ കേരളത്തിലെ ഇന്ത്യയിലെ 5 സ്റ്റാർ ഹോട്ടലുകൾ എന്നു അടിച്ചാൽ തെളിഞ്ഞേണ്ടി വരും. അപ്പൊ എല്ലാവരും പറഞ്ഞു അങ്ങനെ. അപ്പൊ എല്ലാവരും പറഞ്ഞു, കുടുംബക്കാരും പറഞ്ഞു, കൂട്ടക്കാരും പറഞ്ഞു, ഇതൊക്കെ നമ്മളെ ബാപ്പാക്ക് തോന്നണ്ടേയിരുന്നു, മൂപ്പർക്ക് അന്തല്ലല്ലോ. അങ്ങനെ എല്ലാവരും വന്ന് തങ്ങന്മാരെ കൊണ്ട് എന്നെ തറക്കല്ലിടിച്ചു. അങ്ങനെയാണല്ലോ ചെയ്യുക. ഏതു തോന്നിയാസം തങ്ങന്മാരെ കൊണ്ട് തറക്കല്ലിടിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ? അങ്ങനെ തുടങ്ങി കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് അവിടെ വീഡിയോ വരെ നടക്കൂല. ഇന്ന് അവിടെ കള്ള് കൊടുത്തിട്ടില്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലാവില്ല, പൊലിയാടിയിട്ടില്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലാവില്ല. ഇനി 7 സ്റ്റാർ ആണെങ്കിൽ തീട്ടക്കക്കുസിൽ വരെ സ്വർണം പൂശണം. ലോകത്തൊരൊറ്റ 7 സ്റ്റാർ ഹോട്ടൽ തീട്ടക്കക്കുസ് സ്വർണം. വളരുന്നു അതിനനുസരിച്ച് അടിസ്ഥാനം തളരും.